ഹലോ ഗൈസ്, ഇത് അപ്ലോഡ് ചെയ്യാൻ പോവായിരുന്നു. അപ്ലോഡ് എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് കളിക്കുന്നതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇത്ര കാലമായിട്ട്. ഒന്ന് അപ്ലോഡ് ആവട്ടെ, നമുക്ക് കളിക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്നാലും നമ്മളൊരു ഹൗസ് ഉണ്ടാക്കാനാണ് നോക്കിയേ. അല്ലേ ഗൈസ്, തിരിച്ചു പോവാ. നമ്മളൊരു ഹൗസ് ഉണ്ടാക്കുമായിരുന്നു. എന്തോ മറ്റേ അണ്ടർഗ്രൗണ്ട് സാധനങ്ങളോ ഇത്ര ഡൈ ചെയ്തില്ലായിരുന്നു കേട്ടോ. അത് നല്ലേ. ഇത് പാർട്ട് 2 ഇത് പാർട്ട് 2 പാർട്ട് 1 ഒന്നായിരിക്കുമല്ലയോ. അപ്ലോഡിങ് നമ്മളിവിടെയാണ് നിർത്തിയത് ഗായ്സ്. അല്ലാതെ ഈ 2 എമറാൾഡ് നമുക്ക് കിട്ടി. അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു നമ്മുടെ വീട്. മൊത്തത്തിൽ കംപ്ലീറ്റ് ആയില്ല, നമുക്ക് കുറേ കല്ല് വേണം അതിന്. അത് ഒരു സ്ഥലമുണ്ട്, ഈ വില്ലേജറിൻ്റെ വീടൊന്നുമല്ല. നമ്മൾ അവരെ ഒന്നും ചെയ്യട്ടെ. നമുക്ക് അത് ഇവിടെ എവിടെയോ ആയിരുന്നു. ഹേ വില്ലേജർ, കണ്ടോ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഗുഹ. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഗുഹയാണ്. ഇവിടെ കുറേ കല്ലെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അയൺ വേണം, അയൺ പിക്കാറ്റ്സ്. ഞാൻ എന്തിനാ ഒരു അയൺസ്. ഇപ്പം നമ്മുടെ ആ വീടങ്ങ് ഉണ്ടാക്കാം. ഇലും പറയുമ്പോൾ നമ്മുടെ വീടങ്ങ് ഉണ്ടാക്കാം. നമ്മൾ ഇച്ചിരൂടെ ആവുമ്പോൾ നമുക്ക് ഇയാളുടെ അടുത്ത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞ് ഇനി വന്നതിന് അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, അവരെനിക്ക് ആവശ്യമില്ല. അവർക്ക് കാണാൻ ഒരു പണിയില്ല, കാരണം അവർ ഈ ഗ്രീനായതുകൊണ്ട്. ആയിരിക്കുമെന്ന് എനിക്ക് ഇത് നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ ഒരു കവർ ചെയ്യാം. അല്ല, നമ്മൾ ശരിക്കലും ഇല്ല. ഇവിടെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റത്തില്ല ശരിക്കലും. ആരെങ്കിലും നമ്മുടെ സിൽവറോ ഗോൾഡോ, സിൽവർ അല്ല എന്തോ അയണ്, അതൊക്കെ ഇട്ട് നമുക്ക് വേറെ ഒരു സ്ഥലം വേണം. അത് നമ്മളില്ലയോ ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കും. ഈ സാൻഡ് ഉണ്ടാവും. നമുക്കില്ല. നമ്മുടെ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ. ഇതാണ് നമ്മുടെ ഇപ്പം അണ്ടർഗ്രൗണ്ട് ബേസ്. ഇതൊന്നും മൊത്തത്തിൽ ആയിട്ടില്ല. കുറേ ആരത്ത് നമുക്കങ്ങ് ഇപ്പം അങ്ങ് അത്രയൊന്നും പോകണ്ട. ഇത്രയൊന്നും നമുക്ക് പോകണ്ട.
ഇച്ചിരിയെങ്കിലും മതി നമുക്ക്. അല്ലാതെ നമുക്ക് ഈ ഒരു സാൻഡ് താഴെ വീരത്തില്ലെന്ന് ഞാൻ കേട്ടായിരുന്നു ഗൈസ്. അപ്പം ഇത്ര ആഴങ്ങളൊക്കെ മതിയാമല്ലോ, ഇല്ലയോ? ഇത്ര ആഴങ്ങളൊക്കെ മതി. നമുക്ക് ഇങ്ങനെ പിന്നെ ഇതിനകത്ത് തുടങ്ങണം ഗൈസ്. വേറെ ഒരെണ്ണം ഉണ്ടാക്കാം. നമുക്ക് എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് അറിയാം എനിക്ക്. അയ്യോ, കഥകില്ലാതെ ഞാൻ എന്തിനാ ഇത് ഉണ്ടാക്കിയത്? അറ്റ്ലീസ്റ്റ് 3 നമുക്കിപ്പോൾ മതി. നീ എന്ത് ട്രൈ ചെയ്യൂടാ? എവിടെയാണെന്ന് ഇതെന്തായാലും വാങ്ങിക്കാം. അയ്യാ, റോട്ടൻ ഫ്രഷ് കൊടുത്താൽ ഇതോ? അല്ല, എനിക്കൊന്നും വേണം. എൻ്റെ ഓഫർ എനിക്ക് വേണ്ട. അല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളെവിടെ വെക്കും? ക്രാഫ്റ്റിംഗ് ടേബിൾ ബെഡിങ്ങിനൊന്നും വെക്കണ്ട നമുക്കില്ലയോ? ഇച്ചിരി സൈഡിൽ വെക്കാം നമ്മൾ, ഡോറിൻ്റെ ദൂരത്തുനിന്ന്. അല്ലാലും നമ്മുടെ അണ്ടർഗ്രൗണ്ട് ബേസ് മൊത്തത്തിൽ ഫിനിഷ് ആയില്ല. അല്ല, ഇങ്ങോട്ട് വെള്ളമുണ്ടോ ഗായ്സ്? ഞാൻ ഡിഗ് ചെയ്തതിൻ്റെ അടുത്തേക്ക് വെള്ളമുണ്ട് ഗായ്സ്. ഞാൻ ഇങ്ങോട്ടല്ലയോ ഡിഗ് ചെയ്ത് പോകുന്നേ ഗായ്സ്? അവിടെ വെള്ളമുണ്ട്. ഞാൻ ഇച്ചിരൂടെയും പോയാൽ ഞാൻ വെള്ളത്തിൽ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് സൈഡിലേക്ക്, ഇത്ര സൈഡിൽ പോയിട്ട് ഇവിടെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ബേസ് ആക്കാം. ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ? ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതൊരു സ്പെഷ്യൽ ഏരിയ നമുക്കുണ്ടാക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും അതുമൊക്കെ വെക്കാനാണ് ഈ ഒരു അവിടെയല്ല. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ ഏരിയ. അല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെയും വെക്കണ്ട നമുക്ക്. പിന്നല്ലാതെ എവിടെ വെക്കാൻ? ഇവിടെ ബെഡിൻ്റെ അടുത്തൊന്ന് വെച്ചാലോ? ഇത് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ഏരിയ. നമുക്ക് അത് ആവത്തില്ല. നമുക്ക് ഇതിൻ്റെ 12 എണ്ണമെങ്കിലും അങ്ങ് എടുക്കാം. ഇപ്പോൾ കല്ലൊക്കെ ഉണ്ട്, ഇതിൻ്റെ വേറെ പിക്കാസ് എടുക്കാം. വേണ്ടേ? ഇനി നമുക്കില്ലയോ സൈഡിലേക്ക് അങ്ങ് പോവാം. കല്ലി ഇടിക്കുന്ന നമുക്ക് പോകാം. കല്ലി ഇടിക്കുമ്പോൾ കാശ് എനിക്ക് ടോർച്ചില്ല. നല്ല കുഴപ്പമൊന്നും വേണ്ട ശരിക്കും. അവിടെയാണ് നമ്മുടെ ഏറ്റവും വാല്യുബിൾസ് വെക്കുന്നത്. ഇവിടെ സിൽവറും ഗോൾഡും വെക്കത്തുള്ളൂ, അത്രയൊന്നുമില്ല. പക്ഷേ താഴെ അവിടെ നമ്മുടെ ഡയമണ്ട്സ് ഒക്കെ എടുത്ത് വെക്കും. അല്ല, നമുക്ക് ശരിക്കും ഇത് ഇങ്ങനെ പോകുമ്പം ഇങ്ങനെ പോവാം. അതിന് നമുക്ക് ടോർച്ച് വേണ്ടേ? എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. അല്ല, ഇപ്പം നമ്മൾ എവിടം വരെ ആയി? ഇനി എത്ര ദൂരേക്കിടെ പോകണം? ഇച്ചിരി ദൂരമുണ്ട്. നോക്കട്ടെ, ഇച്ചിരി ദൂരം ഉണ്ടായിരിക്കും ഗൈസ്. ഇങ്ങനെ ഇച്ചിരി ദൂരമുണ്ട്. ഇച്ചിരി ദൂരം കാണും. ഈ സാൻഡ് സ്ഥലത്ത് നമുക്കങ്ങ് ഇപ്പം അങ്ങ് പോവാം. കല്ല് എത്തുമ്പോൾ നമുക്ക് അങ്ങോട്ട് വരാം. പിന്നെ നമ്മുടെ കല്ല് ഇതുവരെ എത്തിയില്ലയോ? അതെന്തുവാ? അതെന്താ കല്ല് എത്താത്ത? കല്ലിലെത്തിയില്ലല്ലോ ഇത്ര മൈൻ ചെയ്തിട്ട്. ഇത് എങ്ങനെ പോയി? എങ്ങനെ? അതെങ്ങനെ? ഞാൻ എവിടേക്കാ മൈൻ? അവിടെ തൊട്ട് ഇങ്ങോട്ടിച്ചിരി ആയായിരിക്കും. അപ്പോൾ ഞാൻ
ഇത്ര ആയിട്ടില്ല. എനിക്ക് ഇച്ചിരി പോയാൽ മതി. ഇനി യെസ്, ഇച്ചിരി ലക്കാക്കിയുണ്ട്. നമുക്കിതങ്ങ് ഇപ്പം അങ്ങ് അടയ്ക്കാം. എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല ഗായ്സ്. ഈ സാൻഡ് സ്റ്റോണും വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? അല്ല, ബിൽഡ് ചെയ്യാം ഈ സാൻഡ് സ്റ്റോണായിട്ട്. ഇത് സാൻഡ് സ്റ്റോൺ. ഇനി നമുക്ക് ഇവിടത്തെ ആക്കാം. നമുക്ക് മുകളിലേക്ക് പോകാൻ ഇച്ചിരി സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കാം. അത് ഇച്ചിരി ഉണ്ടെങ്കിൽ തല്ലി പൊട്ടിക്കും. കാരണം അത് നമ്മൾ ഇച്ചിരി വേണ്ട ഷവളായിരുന്നു. ഓക്കെ, സാൻഡല്ല, സാൻഡ് സ്റ്റോൺ. ഓക്കെ, ഇപ്പം ഇത്ര ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മുടെ ഇതിനി ഇതിൻ്റെ മോളി, ഇനി അതവൻ്റെ മോളി. ഇപ്പോൾ സോമികളിൽ പോരും. അപ്പം നമുക്ക് ഇച്ചിരി നേരം ഉറങ്ങാം. ഓക്കെ, നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാം? ഉറങ്ങാതെ കൂടുതൽ ബോറടിക്കും. നമ്മൾ സാൻഡുമായിട്ട് ബിൽഡ് ചെയ്യും. സാൻഡുമായിട്ട് ചെയ്യാൻ നമുക്ക് വിശക്കുന്നല്ലേ ആയിട്ട്. എനിക്ക് 24 ഉള്ളു. എൻ്റെ ബ്രെഡും തീർന്നു. ഓക്കെ, നമുക്ക് ടോർച്ച് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ടോർച്ച് ഇവിടത്തെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇച്ചിരി ടോർച്ച് എടുക്കാം. ഓക്കെ, ഇപ്പം 2 നോക്കിപ്പം മതിയായിരിക്കും. ഇവൻ്റെ ഈ ചെസ്റ്റ് അങ്ങ് നമുക്ക് പൊട്ടിച്ചെടുക്കണം. നമുക്ക് ഇച്ചിരി ആവശ്യം വേണം. നമുക്ക് ആവശ്യമുണ്ട്. നമുക്കൊരു ചെസ്റ്റെങ്കിലും ഉണ്ട് നമുക്ക് സാധനങ്ങൾ വെക്കാൻ. ശരിക്കും ഞാൻ ഡോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് വെക്കുന്നത്. നമ്മൾ ഇതിപ്പം നമുക്ക് ഈ കുറേ തടിയാണ്. ഇതെന്ത് വേണം വെച്ചിട്ട് തേച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച്. ഹലോ, ഞാൻ ഇച്ചിരി തടിയൊന്നും എടുക്കുവാണേ. സോംബീസൊക്കെ നിൻ്റെ വീട്ടിൽ വരും, പക്ഷേ എനിക്ക് എൻ്റെ വീടുണ്ടാക്കാനാണ്. പിന്നെ ഞാൻ ഇതുവരെ അങ്ങ് എടുക്കുവാണേ. പിന്നെ വേറൊരു സാധനമുണ്ട്. ഞാൻ 2 ഫർണസും എടുക്കും. ഇച്ചിരി 2 കാണാം. അയാൾ മറ്റേ ആളല്ലയോ? ഇവന് ഈ സീഡൊക്കെ ഇതോ എന്തുവാ? ഇതുമായിട്ട് നമുക്കൊരു ഫാം ഉണ്ടാക്കാം. ഫാം ഇപ്പോഴും പറ്റത്തില്ല ഗൈസ്. എൻ്റെ വീട് എവിടെ? ഓക്കെ, കിട്ടി ഗൈസ്. നമ്മുടെ വീട് നല്ലതല്ല, പക്ഷെ ഇവിടെ നമ്മുടെ ടേബിൾ അങ്ങ് ഇപ്പോൾ വെക്കാം. ഇത് വീടൊക്കെ ഉണ്ടാക്കാം.
ഓ കരിയാറാവും ഗൈസ്. and ഈ സാരി നമുക്കൊന്നും വേണ്ട, തിരിച്ചു വെക്കാം. പിന്നെ നമുക്ക് എന്തിനാ ഇത്, നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ച് എനിക്കിത് വെച്ച് ഗ്ലാസ് ഉണ്ടാക്കാം. ഇതെനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. ഈ റോട്ടൻ ഫ്ലഷ് ഇതോടെ അല്ല ക്ലേയോ. ഇപ്പം നമ്മുടെ ആർമോർ സംഗീത അപ്പോൾ നമ്മളിപ്പോൾ സീനായിട്ടുണ്ട്. അല്ല ഇതിൻ്റെ വെട്ട ഇച്ചിരിയാ. ഇങ്ങനെ നമുക്ക് കുറേ തടി എടുക്കാം. അതാണ് നമ്മുടെ മെയിൻ സാധനം. ഞാൻ നിൻ്റെ ഇതങ്ങ് എടുക്കുവാണേ. എനിക്ക് ഒന്ന് എൻ്റെ വീടുണ്ടാക്കണം. ഞാനെന്തോ ഭയങ്കര റിച്ചൊക്കെ ആകുമ്പോൾ നിനക്കിതൊക്കെ അങ്ങ് തന്നോളാം. എന്തായാലും ഹൗസ് സെയിമാണ്, ഞാൻ തരത്തില്ല. നിങ്ങളുടെ സാധനം ഞാൻ എടുക്കും, പക്ഷെ എനിക്ക് നിങ്ങളുടെ സാധനങ്ങൾ എടുക്കാം, പക്ഷെ നിങ്ങൾക്ക് എൻ്റെ സാധനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ഫൈനലി 40 എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ വീടിൻ്റെ ബാക്കി ഇച്ചിരി അങ്ങ് വെക്കാം. ഓക്കെ ഈ 2 കൂടെ എങ്ങനെ അങ്ങ് വെക്കാം. അല്ല ഇനി 1 കൂടെ ഉണ്ട്. ഞാൻ എങ്ങനത്തെ വീടാ. അപ്പോൾ ഗൈസ് അപ്പം ഇതൂടെ എന്ന് വെച്ചാൽ നമ്മുടെ വീട് കംപ്ലീറ്റ്. ഇവിടെ കുറേ ടോർച്ചൊന്നുമില്ല, അതെനിക്കറിയാം. അതാണ് ഫസ്റ്റ് പ്രോബ്ലം. നമുക്ക് ഒരു ചെറിയ ഡെക്കറേഷൻ ചെയ്യാം. ഓ എത്ര മതി. ഓക്കെ ഇനി നമുക്ക് ഫോക്ക് കുറേ ടോർച്ച് നമുക്ക് ഇപ്പോൾ എടുക്കാം. എല്ലാ വീട്ടിലും ഉണ്ട് ഓരോരോ ടോർച്ച്. അത് എല്ലാത്തിനും ലൈറ്റാക്കും. ഞാൻ നിൻ്റെ വേറെ എണ്ണം എടുക്കുവാണേ. എനിക്ക് ഈ ടോർച്ചൊന്ന് വേണം. ബൈ. ഓക്കെ ഇവിടെ ഇച്ചിരി ഇവിടെ ഉണ്ട് കുറേ ടോർച്ചാണ്. അതിനെ കുറേ കോൾ എടുക്കാൻ പോകും. നമ്മുടെ പഴയ മൈനിങ്ങിലേക്ക് പോവാം. കോളാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ഏത് ഇവിടെ? അതാണ്ട് ഇവിടെ. കോള് എവിടെ? ഇവിടെ എവിടെ കാണും. താഴേക്ക് പോയാൽ കിട്ടുമോ? അത് കോളായിരുന്നോ? കോള് കാശ് കോള് എനിക്ക് 2 കോള് കിട്ടി. അതുമായിട്ട് നമുക്ക് ഇച്ചിരി ടോർച്ചസ് അങ്ങ് ഉണ്ടാക്കാം. ഞാൻ കണ്ട് യെസ് കോൾ. കുറേ കോൾ നമുക്കുണ്ട്. നമുക്ക് അല്ല നിങ്ങൾ എന്ത് തരും നമുക്ക്? ഇതൊന്നും അല്ല. അത് 20 എമറാൾഡിനില്ലയോ ഒരു മീന്? അതെന്ത് 20 എമറാൾഡിന് ഒരു മീന്? ഫിഷ് ബക്കറ്റ് ഫിഷ്. അതുകൊണ്ട് നിന്നെ മതി എനിക്ക്. അത് നമുക്കൊരു എമറാൾഡ് കാര്യം. ഗായ്സ് അപ്പം നമുക്ക് 28 ടോർച്ചസ് ഇല്ലയോ? 28 എണ്ണം കിട്ടി. അത് ഇവിടെ
അടുത്ത ഇവിടെ, പിന്നെ വേറെ ഇവിടെ. ഇനി ഇതാണ് അടുത്ത റിയൽ ടെസ്റ്റ്. നമുക്ക് താഴെ, ഞാൻ നേരത്തേലും താഴെ പോയ കണ്ടോ? ഇത്രയടുത്ത് പോയാൽ ഇനിയാണ് റിയൽ ടെസ്റ്റ്. നമുക്ക് മൊത്തം അങ്ങ് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ലെങ്ത് ഇത്രയും മതിയല്ലോ. ലെങ്ത് ഇപ്പം നമുക്ക് വുഡ് പിക്കാച്ച യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, നമുക്കിപ്പോൾ വേറെ ഉണ്ടാക്കാം. അടുത്ത ഉണ്ടാക്കാൻ സ്റ്റിക്ക് എടുത്താൽ നമ്മുടെ ലാസ്റ്റത്തെ പിക്കാച്ചായത്. അല്ല, അയണില്ലല്ലോ നമുക്ക്. യെസ് 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 യെസ്, കുറേ എടുത്തോ. ഓക്കെ, കുറേ നമ്മുടെ ഇൻവെൻറ്ററി ആയിരുന്നു. എൻ്റെ ഇൻവെൻറ്ററി ഫിറ്റ് ആവുന്ന പോലുമില്ല. ലെങ്ത് ഇത്ര, ഇതിൻ്റെ ഇത്രയും ലെങ്ത് അല്ല, ഇച്ചിരൂടെ. ഓക്കെ, ഇത്രയും മതി. കാണാൻ പറ്റുന്നില്ല ഒന്നും എനിക്ക്. ഇതെങ്ങനെ ഇവിടെ വന്ന്? ഗ്രാനൈറ്റിലിട്ടോ? അല്ല, നമ്മുടെ ഇൻവെൻറ്ററി ഇപ്പം അങ്ങ് ഫുള്ളായി. ഇതങ്ങടച്ചേക്ക്. നമ്മുടെ കുക്കിംഗ് സാധനങ്ങൾ ഇവിടെ വെക്കാം. അതിനാണ് ഞാൻ ഇവിടെ വെച്ചു. 2 ടോർച്ച് ഇവിടെ വേണം. ഇതങ്ങ് നമുക്ക് എടുക്കാം. 2 കുക്കിംഗ് സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഇവിടെ തുടങ്ങാം. അല്ല, ഈ ഒരു ബീഫ് വേറെ ഒന്നും പറ്റത്തില്ലേ? സ്ട്രിങ് ഒരിക്കലും പറ്റത്തില്ല. സ്റ്റിക്കിൽ പറ്റും. ശരിക്കും നമ്മൾ കണ്ടോ? ഇത് ഇപ്പോൾ ഇത്രയായി. ഇങ്ങനെ നമുക്കില്ലയോ എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരെണ്ണൂടെ അങ്ങ് മൈൻ ചെയ്തിട്ട് ഇവിടുത്തെ ലെങ്ത് എടുക്കണം മൊത്തം. അപ്പോൾ സക്സസ്ഫുൾ ആവും. കാരണം എനിക്ക് കുറേ എടുക്കാം. എന്തുവാ ഓ, അത് വേണ്ട. ഓ പിന്നെ ഞാൻ എന്ത് ചെയ്യുക? ഓക്കെ, ഇനി ഇത്ര ലെങ്തിന്ന് ഇവിടെ പോകണം.
എത്രയായിരിക്കും? അതുണ്ട് ആയില്ലേ, ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഈ ടോർച്ചസ് ഒന്നുമില്ല. അന്നേരം നമ്മൾക്ക് ശരിക്കലും അതല്ലാതെ അപ്പം നമുക്ക് കീപ്പ് കളിക്കാൻ വേണ്ട. അല്ല, ഞാൻ എവിടെയാ? പക്ഷെ ഇവിടെ വെട്ടമില്ല. ആയോ, നമ്മളെത്തിയോ? ഒരു ട്രിക്ക് എനിക്ക് കിട്ടിയായിരുന്നു. നമുക്കില്ല ടോർച്ച് ഗൈസ്, നമുക്കറിയാം. അത് അവസാനത്തെ ആയിരുന്നോ? അത് ശരിക്കലും അത് സെയിം അല്ലയോ? അതെന്തോ ഒരു എനിക്ക് അറിയുന്നില്ലല്ലോ, കിട്ടുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടോ? കണ്ടോ? അത്രേ ഉള്ളു. അല്ല, ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കലും പറയുക. ഓ, എത്തിയോ? ഇതായിരുന്നോ? ഓ, ഇത്രയും നേരമായി. അപ്പം ഇത്ര നേരം എൻ്റെ പിക്കാച്ച് ഇപ്പോൾ പൊട്ടും ഗൈസ്. കറക്റ്റ് അല്ലാത്ത വരി പോയി. അല്ല, ഇതെന്തിനാണ് അടയ്ക്കുന്നത്? ഓ, എൻ്റെ പിക്കാറ്റ്സ് പൊട്ടി ഗൈസ്. ഭാഗ്യത്തിന് എന്നാണ് ഇത്രയും ഉണ്ടാക്കി വെച്ച്. ഓക്കെ, നമുക്കിനി മൊത്തം യാത്രി ഇങ്ങോട്ട് പോവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാം. എൻ്റെ വീടിൻ്റെ അകത്തല്ലായിരിക്കണം. എവിടെയാ? ഇതിൻ്റെ നിങ്ങളായിരുന്നു ഷവളുകായി. ഡിഫെൻഡ് ചെയ്യാൻ വരുവാണോ? ഞാൻ ഇപ്പൊ കൊന്നോളാം നിന്നെ. അതെനിക്ക് പറ്റത്തില്ല ഗൈസ്. ഞാനിപ്പോൾ കാണിച്ചില്ല. എൻ്റെ ഹെൽത്ത് ഫുള്ളാ. അല്ല, ഞാനിവനെ ഇപ്പം സ്പിയർ ചെയ്യും ഞാൻ കേട്ടോ. ഞാൻ സ്പിയർ ചെയ്യും.
നിക്ക് എൻ്റെ പൊട്ടെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇത് തിന്ന് ഹീൽ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഹീൽ ചെയ്യുമ്പോൾ നിന്നെ അടുത്ത് ഞാൻ അടിച്ച് പൊട്ടിച്ച് കളയും. അതെങ്ങനെ? ഇപ്പോഴാണ് എനിക്ക് കിട്ടിയ. ഒന്ന് പെട്ടെന്ന് ഹീൽ ചെയ്യുമോ? എനിക്ക് ദേഷ്യം പിടിക്കുന്നു. ഓക്കെ ഇയാളെ ഞാനിപ്പോൾ അങ്ങ് തീർക്കും. ഞാൻ എവിടെയെങ്കിലും പോയി എന്നെ ഫോളോ ചെയ്യുമല്ലോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓ, ഞാൻ എന്തിനാ ഓടുന്നേ? ഇവരൊരുത്ത മാനം. കൊറേ XP. ഗൈസ്, അത് ഷവളാണോ അല്ലേ? അത് ചിലപ്പോൾ എനിക്കാവുന്നില്ലല്ലോ. ഇനി നമ്മളെന്ത് ചെയ്യാ? ഓക്കെ, നമ്മൾക്കില്ലയോ ഇതങ്ങ് ചെയ്യാം. ബാക്കി ഓ നീ എങ്ങനെ വന്നു? അവനെങ്ങനെ വന്നു? അല്ല, ഇതൂടെ എനിക്കറിയാൻ ഇട്ടിക്ക് വറക്കാന്ന്. ഞാൻ കണ്ടതാണ്, അങ്ങനെ പഠിച്ചൊന്നും അല്ല. ഞാൻ പെട്ടെന്ന് ചെയ്തു. അത്രേ ഉള്ളു. അടുത്തയാണേ. ഓക്കെ, നമ്മൾ ഇത്രയും തീർത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളു. ഒരെണ്ണം കൂടെ അങ്ങനെ നമുക്ക് തീർക്കാം.
മൊത്തം ടയർഡായിരുന്നു. ഓക്കെ ഓക്കെ, ഇനി ഇവിടെയും കൂടെ അങ്ങ് മൊത്തം പിടിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര നേരം എടുക്കും ഗൈസ് ഇത് ചെയ്യാൻ. ക്രിയേറ്റിവിറ്റി ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം തന്നെ എല്ലാം നല്ല പിടിച്ചേനെ. എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലേ. എന്തായാലും പിന്നെ ഇതുവരെ പോയിട്ടില്ല. ഇനി ഇത് മൊത്തം ഞാൻ എടുക്കണ്ട തന്നെ, അല്ലെങ്കിൽ ഇവിടെ നല്ല നാശം. ഓക്കേ, ഇതിന് എത്ര നേരം എടുക്കും ഗൈസ്? ശബ്ദം. ഓ മൈ ഗാഡ്, ഇത് എത്ര എണ്ണമായിരിക്കും? ഇനി ഇതുകൂടെ ചെയ്താൽ മതി. അപ്പം നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആയി. മൊത്തത്തിൽ ആയിട്ടില്ല, കാരണം ഇത് കണ്ടോ, ഇത് വലുതല്ല. അതുകൊണ്ട് ഇനി അടുത്ത് ഇത്രയും വരെ പോകണം നമുക്ക്. ഗായ്സ് ഇതെന്ത് കണ്ടോ, ഇത്രയും ബോളടിക്കുന്നു ഇങ്ങനെ ചെയ്ത്. അല്ല, ഇപ്പൊ നമുക്ക് നമുക്ക് 2 എണ്ണം മതി, 2 പിക്സൽ ടാളായിട്ട് മതി. അത് കണ്ടോ, ഇതെല്ലാവർക്കും ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല ശരിക്കും. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ കാണിക്കാം, പക്ഷേ എൻ്റെ ഫുൾ ഡയമണ്ട് സിൽവർ കൊടുക്കുന്നതിനൊക്കെ ശരിയായിട്ട് കാണിക്കാം. എൻ്റെ ദേഹത്ത് ഞാൻ എന്തൊക്കെ ചെയ്യുമോ ഇവിടെ. ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് ഇത്രയും പാടാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിന് അടുത്ത ടൂച്ചിടാക്കാം. നമ്മുടെ ഇൻവെന്ററി ഫുള്ളായോ? ഇത്രയൊന്നും വേണ്ട, ഇത്ര മതി. ഇവിടെ എനിക്ക് തീരെ കാണാൻ പറ്റാത്ത. അപ്പോൾ ഇവിടെയല്ല. അപ്പം നമ്മൾ അടുത്ത ടോർച്ച് ഇവിടെ വെക്കും. പിന്നെ ഇവിടെയും വെച്ചിട്ടില്ല, അത് ഇവിടെ നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് നല്ലതായിട്ട് കാണാം.
increase for luck. ഇത്രയും നമുക്ക് വേറെ ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റും. അല്ല, നമുക്ക് കിട്ടി. അത്രയും അതുമായിട്ട് നമുക്കില്ലയോ നമ്മുടെ വില്ലേജ് മതിലുണ്ടാക്കാം. നമ്മുടെ വില്ലേജ് ഫുൾ സേഫ് ആവും. മൊത്തത്തിൽ പറ്റത്തില്ല, എനിക്ക് മൊത്തത്തിൽ ആകും. പക്ഷേ പകുതിയെങ്കിലും ചെയ്യാം നമുക്ക്. ഇതെന്തായാലും പാടല്ലയോ, പിന്നെ അതിനേക്കാളും പാടായിരിക്കും. ഇതെന്തിനാണ് ഇവിടെ വച്ചേക്കുന്നത്? എനിക്ക് നേരത്തെ കിട്ടിയാൽ ഞാൻ വിചാരിച്ചായിരുന്നു വെക്കണ്ടായിരുന്നെന്ന്. ഞാൻ എന്തിനാ വെച്ചതെന്ന് എനിക്കറിയത്തില്ല. വെക്കണ്ടോ ഇത്? എനിക്ക് 2 എണ്ണം ആക്കിയാൽ മതി. പിന്നെ ഇത്രയും എന്തിനാ ഗ്രാവിലാക്കിയത്? ഇനി എനിക്ക് 2 എണ്ണം കൂടെ ഉള്ളു. അത് കണ്ട് എനിക്ക് വുഡ് ഉണ്ടാക്കണം. വേണ്ട, വുഡ് ആക്കണ്ട. എനിക്ക് 1000 ആണ്. എൻ്റെ ചെസ്റ്റ് എന്തിനാ ഞാൻ അവിടെ വച്ചേക്കുന്നത്? പിന്നെ ഈ റോട്ടൻ ഫ്ലഷ് നമുക്ക് ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ഒന്ന് വെച്ചേക്കാം. ഈ ഫൈനലി ഇച്ചിരി ഇൻവെൻറ്റോറി സ്പേസ് ഇങ്ങനെയൊക്കെ ഇത്രയും അങ്ങനെയൊന്നും പോകണം. ഓക്കെ, ഇപ്പം നമുക്ക് ഹാഫ് ഇൻവെൻറ്ററി സ്പേസ് ഉണ്ട്. ഓക്കെ, ഞാൻ എന്താ ചെയ്തത്? ഓക്കെ, കണ്ടോ, ഞാൻ മൊത്തം ക്ലിയർ ആക്കി. അല്ല, എനിക്ക് ഇച്ചിരി കൂടെ കുറേ കൂടെ ഉണ്ട്. ഈ മൊത്തം ഇൻവെൻറ്ററി ഫുള്ളാകുമായിരിക്കും. ഈ മൊത്തം എൻ്റെ ഇൻവെൻറ്ററി ഫുള്ളായിരിക്കും. ഈ മൊത്തം ഇങ്ങനെ ചെത്തിയിടുമ്പോൾ മൊത്തം എനിക്കറിയത്തില്ല. എനിക്ക് ഫ്രീ ജോബ് ഇപ്പോൾ ഇട്ട് തരണം അവിടം വരെ. കുഴപ്പമില്ല, നമുക്ക് എനിക്ക് ഫ്ലിൻറ്റ് കിട്ടി. എനിക്ക് എന്താണെന്നറിയത്തില്ല. ഇത് എന്താ ഇത്ര നേരോടെ ഇച്ചിരി ഇത്രയും മതി. നമുക്ക് കുറേ കൂടെ ഉണ്ട് ഈ സ്ഥലത്തിൽ ആക്കാൻ. പിന്നെ അതുകൂടെ ആക്കിയാൽ കഴിഞ്ഞ് വീഡിയോ അപ്പത്തേനും തീർക്കണം. ഓക്കെ, നമുക്ക് അടുത്ത പണി ഇവിടെ ചെയ്ത് തരും ഫ്രീ ആയിട്ട്. കണ്ടോ എൻ്റെ ടോർച്ച് മൊത്തത്തിൽ ബ്ലോക്കാക്കി. ഓക്കെ, ഇതിപ്പോൾ നല്ല ക്ലിയർ ആവുന്നുണ്ട് ഗൈസ്. ഞാൻ എല്ലാ സർവൈവൽ ചെയ്യുക. അയൺ, ഓഹോ, യെസ്. ആകെ 2 എണ്ണേ ഉള്ളു. ഒരു 3 എണ്ണം കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് പിക്കാസ് ഉണ്ടാക്കിയാണ്. കാസിൻ്റെ ഇൻവെൻറ്ററി മൊത്തത്തിൽ ആയോ? ഇല്ല, കുറേ ഒന്നും ആയില്ല. മൊത്തത്തിലായിട്ടില്ലെന്നായിരിക്കും പറയണ്ട. അല്ല, ഇത്ര കൂടുതലായി. ഇനി നമ്മുടെ എൻട്രൻസ് എന്തൊരു പാടാ. ഞരന്നൂടെ മതി. ഫ്ലിൻറ്റ് കിട്ടി ഗൈസ്.
അല്ല ഇനി ഇതുകൂടെയും ചെയ്താൽ മതി. കണ്ടോ, അതത്ര ഇതെത്ര നേരമാണ് ഇത് തുടങ്ങിയിട്ട് തന്നെ. കോപ്പർ. എൻ്റെ ഇൻവെന്ററി ഫുൾ ആവാറായി ഗൈസ്. ഇല്ല, മൊത്തത്തിൽ ആവാറായി. പിന്നെ എൻ്റെ പിക്കാറ്റ്സും പൊട്ടാതെ. ഇത് കണ്ടോ, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തേ? ഇവിടെ 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 അതങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഇനി ഇവിടെയും കൂടെ ഉള്ളു. എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. പണിയൊക്കെ എല്ലാം കരിയും. ഇത് രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാ. രണ്ടെണ്ണം മതി, എന്നാലും നല്ല ആയല്ലോ ഗൈസ്. ഇത് കുറേ സമയം എടുക്കത്തില്ല. കാരണം ഇച്ചിരൂടെ ഉള്ളിങ്ങി ആകെ ഇച്ചിരൂടെ ഉള്ളു. ഇച്ചിരൂടെ ഉള്ളു. നേരത്തെ ഒരു ഡാർക്കായിരുന്ന ഒരു സ്ഥലം ഇപ്പം നല്ല രസമായി. ഇതെൻ്റെ അടുത്തേ ഉണ്ടായിരുന്നു ഭാഗ്യം. യെസ്, ഇനി ഇതിൻ്റെയും കൂടെ സോംബീൻ്റെ ശബ്ദങ്ങളായി ഇവിടെ. നിങ്ങൾ മയ്യ ചേച്ചിനെ കണ്ടിട്ടുണ്ടോ? ഓക്കേ ഗൈസ്. Oh my god. Yes. ഓക്കെ, മൊത്തം ഫിനിഷായി. പിന്നെ നമ്മുടെ ഇൻവെന്ററി ഫുള്ളായില്ല. ഓക്കെ, ഇത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരെണ്ണോട് ബൂം, ഡൺ. നമ്മൾ അണ്ടർഗ്രൗണ്ട് ബേസും കഴിഞ്ഞ്. എങ്ങനെ നമുക്ക് ചെയ്യണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കൊരു വേറെ ഇതെന്തുവാന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. നമ്മളാകെ ഇപ്പം ചെറുതയാ. ഇതാണ് ഏറ്റവും ഈസിയാ. ഇതാകെ ഇച്ചിരി ഉള്ളു. പക്ഷെ എൻ്റെ പിക്കാറ്റ്സും പൊട്ടു. ഗായ്സ്, എനിക്ക് ഇച്ചിരി സ്റ്റോർ ആയിരിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇനി എന്തുവാ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് എനിക്ക് വായിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പിക്കാറ്റ്സ് ഉണ്ടാക്കാം.
എൻ്റെ ബെഡിൽ ആരും എടുക്കരുത്. അല്ല, നമ്മുടെ ആക്സ് ഇവിടെ. ആക്സ് ഞാൻ പോയിച്ചിരി തടി എടുത്തു തരാം. എൻട്രിമാൻ, oh my damn. Okay. ഇതാണ് സ്ഥലം. രാവിലെ ആയോ? ഇവിടെ ആരും ഒരു മോൺസ്റ്റേഴ്സും ആയിരിക്കാൻ അവിടെ ഇച്ചിരി ടോർച്ച് വെക്കുക. എല്ലാ ഇനി മറ്റേ മോൺസ്റ്റേഴ്സിന് വരാൻ പറ്റത്തില്ല. അല്ല, ഇങ്ങനെ ഞാനെങ്ങനെ തിരിച്ചു പോകാനാ? എനിക്കറിയാം. ഇങ്ങനെ മൊത്തം അടിക്കും. നമുക്കിപ്പോ അത് നോക്കണ്ട. ഓക്കെ, അത് ഇനിയാണ് നമ്മുടെ സാധനങ്ങൾ എടുത്ത് വെക്കേണ്ടത്. അത് വെക്കാം. അത് നമുക്ക് കുറേ തടികൾ. അല്ല, ഇവിടെ നിന്നുണ്ട്. എന്ത് സ്പൈഡർ? ഓ ഓ ഓ ലാവേ പോ. ഓ, നീ എനിക്ക് എന്ത് തരും? ഒന്നും തരത്തില്ല ഇവരാരും. ആ 50 ഇതെടുക്കാം നമുക്ക്. ഇപ്പം 2 എണ്ണം. എനിക്കറിയാം എന്തിനാണ് 2 എണ്ണം കിട്ടുന്നത്. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അയണോ ഇതൊക്കെ സ്മെൽറ്റ് ചെയ്യണ്ടേ? അതിന് ഞാൻ ഇത് 2 ഇടാക്കും. ഒരു ചെസ്റ്റ് അതിന് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നോക്കെ സ്റ്റിൽ പണി. ഓക്കെ, ഇനി ഒരു ചെസ്റ്റ് കൂടെ വെക്കാം. Oh my god. കുറേ തടി എടുക്കാം. ഇപ്പം നമ്മൾ പോയി ശരിക്കും ഒരു ബൂട്ട് എടുക്കുക. അല്ല, ഇവിടെ വേറെ ചെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ മറന്നു പോയല്ലോ.
വാരിയബിൾസ് ഒക്കെ എടുത്ത് വെക്കുന്നേ? വേറെ ഒരു വാരിയബിൾസും ഇല്ലല്ലോ. ആ ഇത് ഒന്നുമില്ല. കുക്ക് ചെയ്യാൻ ബ്രെഡ് പറ്റുമോ? ഇല്ല. അയ്യോ, എൻ്റെ സാപ്ലിങ് കളയല്ലേ. എല്ലാത്തിനും മരങ്ങൾ പറ്റുമായിരുന്നോ? ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. രണ്ടെണ്ണത്തിൽ നമുക്കൊന്നുമില്ല. നമുക്കിപ്പോൾ ഇവിടെ വെക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.